ഇന്ന് അങ്ങനെ വിവാദങ്ങൾ അനിശ്ചിതത്വങ്ങൾ അതിനൊക്കെ ഒടുവിൽ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും ഒപ്പം അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. നേരത്തെ ഈ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകൾക്ക് തുടക്കമായപ്പോൾ തന്നെ പലവിധമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഷിൻഡെ ആണോ ഫട്നാവിസ് ആണോ? ഫട്നാവിസ് മതി എന്നുള്ളതിൽ BJP ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഷിൻഡെ വിഭാഗം പിന്നീട് ഈ എതിർപ്പറിയിക്കുന്നു. പിന്നെ 2.5 വർഷം ഒരു ഡീല് വരുന്നു. പിന്നീട് യോഗങ്ങൾ വിളിക്കുന്നു. യോഗങ്ങളിലൊക്കെ ഷിൻഡെ മാറി പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഫട്നാവിസിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടെ മറ്റ് 2 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലും ഇതുവരെയും സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. അങ്ങനെ ഒരു പ്രൗഢ ഗംഭീരമായ ചടങ്ങായി ഇതിനെ മാറ്റുമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുംബൈ ആസാദ് മൈതാനത്ത് വൈകിട്ട് 5:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്കെത്തും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസത്തിലധികം നീണ്ട സസ്പെൻസിനൊടുവിലാണ് മഹായുതി സഖ്യം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. വകുപ്പ് വിഭജനം സംബന്ധിച്ച് മഹായുതി സഖ്യകക്ഷികളായ NCP അജിത് പവാർ വിഭാഗവുമായും ശിവസേന ഷിൻഡെ വിഭാഗവുമായും BJPയുടെ സമവായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 43 അംഗങ്ങളെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാവും. BJPയിൽ നിന്ന് 22, ശിവസേനയ്ക്ക് 12, NCPക്ക് 9 മന്ത്രിമാർ എന്നിങ്ങനെയാണ് നിലവിലെ ധാരണ. അതേസമയം ആഭ്യന്തര വകുപ്പ് ശിവസേന ആവശ്യപ്പെട്ടതായും ഇക്കാര്യത്തിൽ ധാരണയായിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫട്നാവിസിനൊപ്പം ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഒരുമിച്ചാണ് ഇന്നലെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് അവസാന എതിർപ്പും ഇല്ലാതാക്കാൻ കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്നലെ മഹായുതി സഖ്യം ഗവർണറെ കണ്ടത്. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദവികൾ സാങ്കേതികമായ ക്രമീകരണം മാത്രമാണെന്നും മഹാരാഷ്ട്രയുടെ വിശാല താൽപര്യം മുൻനിർത്തി തീരുമാനമെടുക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞു. ഷിൻഡെയോട് സർക്കാരിന്റെ ഭാഗമാകാൻ അഭ്യർത്ഥിച്ചെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. कल मैं स्वयं माननीय हमारे मुख्यमंत्री एकनाथ शिंदे जी के पास गया था और एकनाथ राव जी को मैंने ये निवेदन किया था कि हम सभी की इच्छा है कि इस सरकार में वे स्वयं हमारे साथ रहे. शिवसेना के भी विधायकों की इच्छा है और महायुति के भी विधायकों की इच्छा है. മഹാരാഷ്ട്ര നിയമസഭയിലെ 288-ൽ 230 സീറ്റുകളുമായി വൻ വിജയം നേടിയാണ് മഹായുതി സഖ്യം അധികാരത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ദേവേന്ദ്ര ഫട്നാവിസിന് 3-ാം ഊഴമാണ്. 2014-ൽ അധികാരമേറ്റ് 5 വർഷം പൂർത്തിയാക്കിയെങ്കിലും 2019-ൽ 80 മണിക്കൂർ മാത്രമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാനായത്. ഇക്കുറി 132 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJPയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഫട്നാവിസായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.